ഈ അച്ഛനെ ഏറ്റവും വലിയ പ്രശ്നക്കാരെന്ന് പറഞ്ഞു കുത്തിത്തിരിപ്പിന്റെ ആശാൻ ഈ അച്ഛനാണ്. മുഴുവൻ പ്രശ്നം ഉണ്ടാക്കി അവസാനം സ്വന്തം പെങ്ങൾ വരെ ഡൈവേഴ്സായി വീട്ടിൽ വന്നിരിക്കുക. ഈ അച്ഛന്റെ മറ്റാണ് ഈ അച്ഛന്റെ പേര്. ഇങ്ങനെയുള്ള ഈ അപരാധികളോടത്ത് എങ്ങനെ സ്വസ്ഥത ഉണ്ടാകും? എല്ലാവർക്കും നമസ്കാരം. കേരള ജനത ഉണരുന്നത് ഓരോ ദിവസം ഞെട്ടിക്കുന്ന വാർത്തകൾ കൊണ്ടാണ്. കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നടന്നൊരു സംഭവം, ഈ വീഡിയോ കാണുന്ന പലരും അത് കേട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. എന്തുവായാലും അത് വളരെ ദാരുണമായിട്ടൊരു സംഭവം തന്നെയായിരുന്നു. ഒരമ്മയും 2 മക്കളും ട്രെയിനിൻ്റെ മുമ്പിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തൊരു സംഭവം. 43 വയസ്സുള്ള ഷൈനി എന്ന് പറയുന്ന ഒരു വീട്ടമ്മയും അവരുടെ 2 പെമ്മക്കളും 13ഉം 10ഉം വയസ്സുള്ള അലീനയും അതോടൊപ്പം തന്നെ ഇവാനെ എന്ന് പറയുന്ന പെൺകൊച്ചിനെയും കൊണ്ട് അവർ ഈ ട്രെയിനിൻ്റെ മുമ്പിലേക്ക് ചാടുകയായിരുന്നു. ഈ ഷൈനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഷൈനി ഒരു BSc നേഴ്സാണ്. നോബി കുര്യാക്കോസ് എന്ന് പറയുന്ന ഒരുത്തനെ കല്യാണം കഴിച്ചതിൽ പിന്നെ ഈ പറയുന്ന ഷൈനി ജോലിക്കൊന്നും പോയിട്ടില്ല. കാരണം ഇവൻ പറയുന്നത്, നോബി പറയുന്നത്, ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് തിന്നിട്ട് നീ ഇരുന്നാൽ മതി എന്നുള്ള ഒരു സമ്പ്രദായമായിരുന്നു ഈ നോബിക്ക്. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ, അതായത് ഇവർക്ക് ഈ 3 കുട്ടികൾ ഉണ്ടായതിനു ശേഷം ഇവർക്കൊരു ആൺചെറുക്കനോടുണ്ട്, എഡ്വിൻ എന്നാണ് അവൻ്റെ പേര്. അവന് 14 വയസ്സാണ്. ഓക്കെ, ഇവരുടെ വീട്ടിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അങ്ങോട്ട് സ്റ്റാർട്ടായി. ഈ നോബി നിരന്തരം ഈ പറയുന്ന ഷൈനിയെ ഉപദ്രവിക്കുമായിരുന്നു. അങ്ങനെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ ഇവർ ഡൈവോഴ്സിൻ്റെ വക്കിലേക്ക് പോയി. അങ്ങനെ ഇവരുടെ ഡൈവോഴ്സുമായിട്ടുള്ള കേസ് നടന്നുകൊണ്ടിരിക്കവെയാണ് ഈ പറയുന്ന ഷൈനി ഈ മക്കളെയും കൂട്ടിക്കൊണ്ട് ഈ പറയുന്ന ഈ ഷൈനിയുടെ വീട്ടിലേക്ക് എത്തുന്നത്. ഷൈനിയുടെ വീട്ടിലെത്തുന്നു. എത്തിക്കഴിഞ്ഞ് അവിടെ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഈ ഷൈനിക്ക് നേരിടുന്നുണ്ട്. ഈ ഷൈനിയുടെ അമ്മയാണെങ്കിൽ ക്യാൻസർ പേഷ്യൻ്റ് കൂടിയാണ്. അങ്ങനെ ഇവർക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ സഹിക്കാൻ പറ്റാതെ ഇരുന്നപ്പോൾ ഈ ഷൈനി വിചാരിച്ചു, എൻ്റെ അടുത്തൊരു ജോലി ഉണ്ടല്ലോ, ഈ ജോലി കൊണ്ട് എനിക്ക് കുടുംബം പോറ്റാമല്ലോ എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് ഈ പറയുന്ന നോബിയം വിട്ട് എത്തിയത്. എന്നാൽ ഈ പറയുന്ന ഷൈനിക്ക് 12 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഈ നേഴ്സിംഗ് ജോലിയിൽ. അതുകൊണ്ട് തന്നെ ഇവർക്ക് പലയിടത്തും ജോലി നിഷേധിക്കപ്പെട്ടു. ആ ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് അവർ മരണത്തിൽ കീഴടങ്ങത്തില്ലായിരുന്നു. അവർക്ക് ജോലി പലയിടത്തും നിഷേധിക്കപ്പെട്ടു. പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ഇവർ കാനായ സഭയിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ ഇവർ അവിടെയുള്ള കാരിത്താസ് ഹോസ്പിറ്റലിൽ ഇവർ ഇൻ്റർവ്യൂവിന് പോയി. അവിടെ ചെന്ന സമയത്ത് ഇവർക്ക് അവിടുന്ന് ജോലി നിഷേധിച്ചു. 12 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജോലി നിഷേധിച്ചു. കാരണം ഈ പറയുന്ന വെള്ള ഇട്ടുകൊണ്ട് നടക്കുന്ന, ലോഹ ഇട്ടുകൊണ്ട് നടക്കുന്ന അച്ഛന്മാർക്ക് പോലും ഇവർക്കൊന്ന് ഒരു ജോലി കൊടുക്കണമെന്ന് അവർക്കില്ല. കാരണം എപ്പോഴും കാരുണ്യവും സ്നേഹവും ദൈവസ്നേഹവും ഒക്കെ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന പാതിരിമാർക്ക് ഒരിക്കലും ഈ പറയുന്നവരുടെ വിഷമം മനസ്സിലാവത്തില്ല. അവർക്ക് കാശുള്ളവരെ കാണുമ്പം അച്ഛായ എന്ന് വിളിക്കുന്നതും കാശുള്ളവരെ കാണുമ്പോൾ അമ്മച്ചി എന്ന് വിളിക്കാൻ മാത്രമേ അവർക്കറിയത്തുള്ളൂ. ഒരു പാവപ്പെട്ടവരുടെ ദുഃഖങ്ങളോ പ്രയാസങ്ങളോ ഇവർക്കറിയത്തില്ല. അതാണ് ഈ പാതിരിമാരാണ് ഈ പറയുന്ന ഷൈനിയുടെ മരണത്തിന് ഇടയാക്കിയത്. ഈ പറയുന്ന ഷൈനി ഇത് ജോലിയൊന്നും കിട്ടാതിരുന്നപ്പോൾ ഞായറാഴ്ച പള്ളി പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്നിറങ്ങുന്നു. 5:30 ആയപ്പോൾ വീട്ടിൽ നിന്നിറങ്ങിയതിന് ശേഷം കോട്ടയം നിലമ്പൂർ എക്സ്പ്രസിൻ്റെ മുമ്പിൽ ഇവർ ഈ പറയുന്ന 2 പെമ്മക്കളെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് അവർ നിന്നു. ട്രെയിൻ വന്നു. ഈ ട്രെയിനിൻ്റെ ലോക്കോ പൈലറ്റ് അന്നേരം തൊട്ട് ഹോൺ അടിക്കുന്നുണ്ടായിരുന്നു. ഇവർ മാറുന്നില്ല. എന്നിട്ട് അവസാനം എന്ത് ചെയ്തു? പലവട്ടം അങ്ങേര് ഹോൺ അടിച്ചു. എന്നിട്ടും ഇവർ മാറിയില്ല. അവസാനം അവർ മരണത്തിന് കീഴടങ്ങി. ഈ ലോക്കോ പൈലറ്റാണ് പോലീസിന് ഇൻഫോം കൊടുത്തത്. അവർ വന്ന് പരിശോധിച്ച സമയത്ത് ഇതൊരു സ്ത്രീയുടെയാണെന്നും 2 പെമ്മക്കളുടേതാണെന്നും അവർ തിരിച്ചറിഞ്ഞു. ഒടുവിൽ ആ ഒരു പ്രദേശത്തുള്ളവരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ അന്വേഷണം ആരംഭിച്ചു. ഒടുവിൽ ഇവരാണെന്ന് മനസ്സിലാക്കിയിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കുറച്ച് വോയിസ് റെക്കോർഡുകൾ ഇവരുടെ സഭയിൽപ്പെട്ടവരും ഇവരുമായിട്ട് ബന്ധപ്പെട്ടവരുമായിട്ടുള്ളവർ പുറത്തുവിട്ടിട്ടുണ്ട്. എന്തുവായാലും ആ വോയിസ് ഞാനൊന്ന് കേൾപ്പിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ഈ പാതിരിമാരോട് എനിക്ക് കുറച്ച് പറയാനുണ്ട്. അവള് കാറ്റാസിലും ഉള്ള സ്ഥലത്ത് വാതിലുകൾ മുട്ടാത്ത വാതിലുകളില്ല. അവിടെ എല്ലാം ജോലിക്ക് അപേക്ഷ കൊടുത്തതാണ്. പക്ഷെ ഈ 10-12 വർഷത്തെ ക്യാപ്പ് വന്ന കാരണം എല്ലാവരും കൈയൊഴിയുക ചെയ്തേ. അവള് ഒരിടത്തൊന്നും കിട്ടിയില്ല. കാറ്റാസുകാരൊക്കെ പറഞ്ഞ് 1 വർഷം അവരെ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാൻ. ഈ 2 കുഞ്ഞുങ്ങളെയും പിടിച്ചോണ്ട് അവള് ഈ 1 വർഷക്കാലം ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുമോ? ഒക്കെ പിള്ളേർക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണ്ടേ? പിന്നെ വീട്ടിൽ നിന്നും അത്ര സപ്പോർട്ട് ഇച്ചിരി കുറവായിരുന്നു. അമ്മ നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ അമ്മയ്ക്ക് മേലാകിയുണ്ട്, ക്യാൻസറും ഒക്കെ ആയിരുന്നു. അപ്പൊ അമ്മയുടെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ പോകണ്ട. അപ്പൊ അമ്മയ്ക്ക് പറയുന്നതിന് ഒരു ഇച്ചിരി ഇതല്ലേ, എല്ലാത്തിനും ഒരു ലിമിറ്റ് ഇല്ലേ. അപ്പൊ അങ്ങനെയായിരുന്നു. കാരിത്താസുകാർ ഒരു ഹെൽപ്പ് ഒരു 3 മാസമെങ്കിലും ജോലി ഫ്രീ ആയി ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഒരു പകുതി പൈസ ആണെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ആ അച്ഛനും അതിനും കൊടുക്കാതിരിക്കാനുള്ള വേലയാണ്ടൊക്കെ ചെയ്തെന്നൊക്കെയാണ് ഇപ്പം ആൾക്കാർ പറയുന്നത് കേട്ടോ. അത് എവിടെ ചെന്നാലും അവർക്ക് ജോലി കിട്ടുന്നില്ലായിരുന്നു. ഇവിടെ ഈ ചേച്ചി പറയുന്ന കാര്യം കേട്ടോ, 1 വർഷം പൈസ പോലും കൊടുക്കാതെ അവിടെ ജോലി ചെയ്യണമെന്ന്, അവന് പുസ്കോട്ടയായിട്ട് പണിയെടുത്ത് കൊടുക്കണമെന്ന്. ആർക്ക്? ഈ പാതിരി അച്ഛന്. എടാ, നിനക്കൊക്കെ ശമ്പളം തരുന്നതും നീയൊക്കെ ഇപ്പം ഈ ഞെളിഞ്ഞിരുന്ന് വർത്തമാനം പറയുന്നതും ഈ ഷൈനിയെ പോലുള്ള ആയിരക്കണക്ക് വിശ്വാസികളുടെ ദാനം കൊണ്ടാണ്. നീയൊക്കെ യേശുവിനെ പ്രസംഗിക്കാനും നീയൊക്കെ വലിയ കരുണയുടെയും കാരുണ്യത്തിൻ്റെയും പ്രസംഗം മാത്രം പ്രസംഗിച്ചാൽ പറ്റത്തില്ല. അത് നിൻ്റെയൊക്കെ ജീവിതത്തിലൂടെ ഉണ്ടാവണം. ലോഹ ഇട്ടുകൊണ്ട് പോയി ഇവരുടെ ചിതറിക്കിടക്കുന്ന ശരീരത്തിന് മുമ്പിൽ പോയി തൂപക്കുറ്റി വീശി കുറിയലായുസവും പറഞ്ഞ് ഇവർക്ക് ഇവിടെയല്ല അങ്ങ് സ്വർഗത്തിൽ നിത്യജീവൻ കിട്ടുമെന്ന് നിങ്ങൾ പറഞ്ഞു വെച്ചില്ലേ? അവിടെ നിങ്ങൾക്ക് എന്തോ നല്ലത് കിട്ടുമെന്ന് പറഞ്ഞു വെച്ചില്ലേ?
ഈ പറയുന്ന ഷൈനി നിങ്ങളുടെ മുമ്പിൽ വന്ന ഒരു ജോലിക്ക് അപേക്ഷിച്ചപ്പോൾ എടാ കുഴപ്പമില്ല, ഒരു 3 മാസം നിങ്ങൾ കൊടുക്കാതിരുന്നാലും കുഴപ്പമില്ലായിരുന്നു, എന്നിൽ പിന്നെ അവർക്ക് കൊടുക്കാമായിരുന്നല്ലോ, അവർക്കൊരു ജോലി കൊടുക്കാമായിരുന്നല്ലോ, നിങ്ങളുടെ സഭയിൽപ്പെട്ടവരല്ലേ, എന്നിട്ട് നിങ്ങൾ അത് കൊടുക്കാതെ ആ കൊച്ചിൻ്റെ ജീവൻ എടുപ്പിച്ചില്ലേ, കൂടെ 2 കുഞ്ഞുങ്ങളുടെയും പിഞ്ചു കുഞ്ഞുങ്ങളുടെയും. ഇതിൻ്റെ ഉത്തരവാദിത്തം അച്ഛാ നീ പറയുമോ? നിങ്ങളൊക്കെ ലോഹ ഇട്ടിട്ട് അവരെ കണ്ടുപിടിക്കുക ഇവരെ കണ്ടുപിടിക്കുക നിത്യജീവനെക്കുറിച്ചും എല്ലാത്തിനെക്കുറിച്ചും നിങ്ങൾ പ്രസംഗിക്കുന്നുണ്ടല്ലോ. ഈ പാവം പിടിച്ച പെങ്കൊച്ചിനെ നിങ്ങൾ ഒരു അവസരം കൊടുത്തിരുന്നുവെങ്കിൽ ഇന്ന് അവർക്ക് ഈ ഒരു അവസ്ഥ വരുമായിരുന്നോ? ഏതായാലും വേറൊരു വോയിസ് ഉണ്ട്. ഇതിനൊക്കെ കാരണം ഈ പറയുന്ന നോബി കുര്യാക്കോസ് എന്ന് പറയുന്നവരുടെ ബന്ധുവായിട്ടുള്ള ഒരു അച്ഛനാണ് ഈ പെങ്കൊച്ചിന് ജോലി നിഷേധിച്ചത്. അച്ഛൻ ഇങ്ങനെ നിങ്ങൾക്കൊരു ഹോസ്പിറ്റൽ ഉണ്ടാകാൻ കാരണവും വിശ്വാസികളാണ്. അവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾ പിച്ചച്ചട്ടിയിലെ കൈയിട്ട് വാരുന്ന പോലെ അവരുടെ കയ്യിൽ നിന്ന് പിഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കിയത്. എന്നിട്ട് അവർക്കൊരു ജോലി പോലും നിങ്ങൾ കൊടുക്കാതെ നിങ്ങൾ വലിയ രീതിയിൽ കാശ് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളാണല്ലോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തുവായാലും ഈ പറയുന്ന നോബി കുര്യാക്കോസിന്റെ ബന്ധുവായിട്ടുള്ള അച്ഛനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ. മോൻസ, ഇതിലേ ഞാനൊന്ന് ചുങ്കത്തുള്ള ഒരാളോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഇവരുടെ ഫാമിലിയില് ഒരു അച്ഛനുണ്ട്. ഈ അച്ഛനെ ഏറ്റവും വലിയ പ്രശ്നക്കാരൻ എന്ന് പറഞ്ഞ് കുത്തിത്തിരിപ്പിന്റെ ആശാൻ ഈ അച്ഛനാണ്. മുഴുവൻ പ്രശ്നം ഉണ്ടാക്കി അവസാനം സ്വന്തം പെങ്ങൾ വരെ ഡൈവേഴ്സായി വീട്ടിൽ വന്നിരിക്കുക. ഈ അച്ഛന്റെ ാണ് ഈ അച്ഛന്റെ പേര്. ഇങ്ങനെയുള്ള ഈ അപരാധികളോടത്ത് എങ്ങനെ സ്വസ്ഥത ഉണ്ടാകും? ഒരു പുരോഹിതൻ ചെയ്യേണ്ട കടമയാണോ പുള്ളി ചെയ്തത്? പുള്ളി ഈ പറയുന്നവരുടെ ജോലി തട്ടിത്തെറിപ്പിച്ചു. ഈ പറയുന്ന പാതിരിയുടെ പെങ്ങൾ പോലും ഡൈവോഴ്സായി വീട്ടിൽ നിൽക്കുകയാണ്. അന്നേരമാണ് ഇവന് പിന്നെ കുടുംബ ബന്ധത്തിന്റെ മഹിമ എന്തറിയാം. ഇവനാണ് ഈ പറയുന്ന നോബിയുടെ കൂട്ട് നിന്നിട്ട് ഈ പെങ്കൊച്ചിനെ ജോലി നിഷേധിച്ചത്. ഇവരുടെ മരണത്തിന് ഏറ്റവും ഉത്തരവാദികൾ ഈ പറയുന്ന അച്ഛന്മാരാണ്. ഇനി നീയൊക്കെ പോയി എത്ര സോറി പറഞ്ഞാലും എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും വല്ലം നടക്കുമോ? നിങ്ങൾക്കൊക്കെ കുറച്ച് കരുണയും ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ആ പെൺകുട്ടി മരിക്കുമായിരുന്നോ? ആ 2 പിഞ്ചു കുഞ്ഞുങ്ങൾ മരിക്കുമായിരുന്നോ? നിങ്ങൾക്ക് ജോലി കൊടുത്താൽ എന്തായിരുന്നു? എവിടുത്തെ നിയമമാണ് ഓരോ വർഷം നിങ്ങൾ ജോലി ചെയ്തിട്ട് പൈസ പോലും തരില്ല എന്നുള്ള നിയമം? അത് എവിടുത്തെ നിയമമാണ്? ഈ പറയുന്ന നമ്മുടെ നാട്ടിലാണ് ഇത് സംഭവിച്ചത്. ജോലി ചെയ്താൽ കാശ് കൊടുക്കാതെ ഇസ്കി ജീവിക്കാൻ സ്വന്തം സഭയിലുള്ളവരാണ്. എടാ നിനക്കൊക്കെ എന്തും മനസാക്ഷിയാടാ ഉള്ളത്? ഇതുകൊണ്ടാടാ വെള്ള തേച്ച ശവക്കലറുകളെ എന്ന് ദൈവം വിളിച്ചു പറഞ്ഞത്. നിനക്കൊക്കെ എതിരെയാടാ ദൈവം ചാട്ടവാറെടുത്തത്. അതുകൊണ്ട് നീയൊക്കെ ഓർത്തോ, നിനക്കൊക്കെ കിട്ടാൻ പോകുന്ന അടി ഇതിൻ്റെ അപ്പുറമായിരിക്കും. എന്തായാലും അടുത്തൊരു വോയിസ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങളൊന്ന് കേട്ടു നോക്കി. അതിൽ കുറച്ച് വ്യക്തമായിട്ടും കാര്യങ്ങൾ പറയുന്നുണ്ട്. എല്ലാ ദിവസം വന്നോണ്ടിരുന്നാലേ എല്ലാം വണ്ടി ഓടിക്കും വരുമ്പോ എന്ന് ഈ കരഞ്ഞ മുഖം. പിള്ളേര് ഈ 2 പിള്ളേരല്ല, മൂത്തതൊരു ആൺകൊച്ചുണ്ട്. അത് ഡോൺ ബോസ്കോയിലാണ്, 10ാം ക്ലാസ്സിലാണ് പഠിക്കണേ. ഇവര് ഈ വഴക്ക് കഴിഞ്ഞ പിന്നെ ആ കൊച്ചിനെ എങ്ങാണ്ട് സോപ്പിട്ട് കൊണ്ടുവന്ന് അതിനെ കണ്ട് ഇവൾക്കെതിരെ കേസ് കൊടുപ്പിച്ചാർന്നാ പറഞ്ഞ. അമ്മ തല്ലിയെന്നും പറഞ്ഞ, അമ്മ ഉപദ്രവിച്ചെന്നും പറഞ്ഞേ ഈ അച്ഛൻ കെട്ട അച്ഛൻ. പിന്നെ ഇവരിത് ഇപ്പൊ ഈ പെണ്ണ് കെട്ടിയവന്റെ അപ്പനെ ആ ബേബിച്ചേട്ടന് ക്യാൻസറാ. അപ്പം അങ്ങോട്ട് ഇതിനോട് അയൽക്കൂട്ടത്തിൽ നിന്ന് പൈസ എടുക്കാൻ പറഞ്ഞു. 3 ലക്ഷം രൂപ എങ്ങാണ്ട് അയൽക്കൂട്ടത്തിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞ. ആ പൈസയൊക്കെ ഈ വഴക്ക് കൂടി ഇപ്പൊ അടച്ചില്ലല്ലോ, വീട്ടുകാരത് കൊടുക്കുകയായിരുന്നു. ഈ അച്ഛൻ പോണേന്റെ ഒരു 2 ദിവസം മുമ്പ് അങ്ങാണ്ട് കരിങ്കുന്നം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അയൽക്കൂട്ടംകാർ കൊണ്ട് കേസ് കൊടുത്തേ. ഇപ്പൊ ഈ വീട്ടിലേക്ക് എടുത്തതെന്ന് പറഞ്ഞാലും അയൽക്കൂട്ടത്തിൽ നിന്ന് എടുത്തതല്ലേ, അത് ഇവള് അടയ്ക്കണമെന്നേ. നമ്മളവിടെ ചെന്ന് അടയ്ക്കണത് എല്ലാം കൂടി ആയപ്പോഴായിരിക്കും അന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കേസ് ഒത്തുതീർപ്പാക്കാൻ പറഞ്ഞപ്പോ ആ അച്ഛൻ പറഞ്ഞ് ഞങ്ങളുടെ കുടുംബത്തിന് നാണക്കേടുണ്ടാക്കിയതാ ഇവിടെ കേസ് കോടതിയിലേക്ക് ഓടുന്നു. ഈ പെണ്ണൊരു ശുദ്ധമാവാന്നേ. കാരിത്താസിൽ എങ്ങാണ്ടൊക്കെ ജോലിക്ക് കയറി തറന്ന് പറഞ്ഞ ഈ അച്ഛൻ ഒരു സ്ഥലത്ത് നിർത്തിയല്ലെന്നാ പറഞ്ഞ, വാശിക്കാരനെ. പിന്നെ ഇപ്പൊ വേറെ സ്ഥലത്ത് കയറണമെങ്കിൽ ഈ പെണ്ണ് കെട്ടി കഴിഞ്ഞ് വന്നേ പിന്നെ BSc നേഴ്സാ വന്നേ പിന്നെ ഇവളെങ്ങും ജോലിക്ക് കയറിയിട്ടില്ലല്ലോ. ഈ ക്യാപ്പ് ഇത്രയും വന്നില്ലേ, ജോലിക്ക് കയറാനും പറ്റുന്നില്ല. എല്ലാം കൂടി ആയപ്പോഴായിരിക്കും പാവം. ഇവിടെ ഈ ഷൈനി എന്ന് പറയുന്ന വീട്ടമ്മ വളരെ പാവമാണ് എന്നാണ് ഇവർ ഓരോരുത്തരും പറയുന്നത്. ഇവിടെ ഇതിനെല്ലാം ഉത്തരവാദി ഈ പറയുന്ന നോബിയും അതോടൊപ്പം തന്നെ പറയുന്ന ഈ അച്ഛനുമാണ്. അച്ഛന്മാർക്കെതിരെയും അതോടൊപ്പം തന്നെ ആ സ്ഥാപനത്തിനെതിരെയും ഈ പറയുന്ന നോബിക്കെതിരെയും കേസെടുക്കണം. പാവം പിടിച്ച ഒരു വീട്ടമ്മയും 2 കുഞ്ഞുങ്ങളെയും കൊന്നുകളഞ്ഞവന്മാരാണ് ഇവർ, നരഭോജികളാണ് ഇവർ. ഇവന്മാർ വെള്ളയും കിട്ടുകൊണ്ട് പറയുന്ന വിശ്വാസികളെ പലതും പറഞ്ഞ് പറ്റിച്ചുകൊണ്ട് പോക്കറ്റിൽ നിറച്ചുകൊണ്ട് ഇവന്മാർ ജീവിക്കുന്നു. ഈ പാവം പിടിച്ച വിശ്വാസികളുടെ കണ്ണീരാണ് ഇവന്മാരുടെ പോക്കറ്റുകൾ വീർക്കുന്നത്, ഇവർക്കിങ്ങനെ സ്ഥാപനങ്ങൾ കെട്ടിപ്പൊക്കാനായിട്ട് പറ്റുന്നത്. എന്നിട്ടും പാവം പിടിച്ച വിശ്വാസികളെ കാണുമ്പോൾ ഇവർക്ക് പുച്ഛം. അവർക്കൊരു ജോലി കൊടുത്തിരുന്നുവെങ്കിൽ ഇന്ന് ഈ പറയുന്ന ഈ ഷൈനി എന്ന് പറയുന്നവർ ജീവനോടിരുന്നതിനെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ നോക്കിയനെ. അവർക്ക് ജോലി കിട്ടുന്നില്ല, 12 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. ഇതുപോലെ അനുഭവിക്കുന്ന പലരും ഉണ്ടാകാം.
ഇത് കാണിക്കുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ്. എന്തുവായാലും പറയുന്നത് ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ ഈ അച്ഛന്മാരെ പൊക്കിക്കൊണ്ട് നടക്കുന്നത്. നിങ്ങൾ ഇത് തന്നെ നിങ്ങളുടെ വിശ്വാസികളോട് ചെയ്യണം. ഇത് തന്നെ നിങ്ങൾ ചെയ്യണം. എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.